നരേന്ദ്രമോദി കസറും വീണത 250 തലകൾ ന്യായീകരിച്ച് വി.കെ. സിംഗും രംഗത്തെത്തിയിട്ടുണ്ട്. അമിത്ഷായുടെ 250 ഏകദേശ കണക്കാണെന്ന് ന്യായീകരിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി എത്തിയിരിക്കുന്നത്. ബാലാക്കോട്ട് ആക്രമണത്തിൽ 250 പേർ കൊല്ലപ്പെട്ടെന്ന് അമിത്ഷാ പറഞ്ഞത് ഏകദേശ കണക്കെന്നാണ് കേന്ദ്രമന്ത്രി വി.കെ. സിംഗിന്റെ വാദം. ജനവാസ മേഖല ഒഴിവാക്കി കൃത്യമായ ഒരു ലക്ഷ്യത്തിലാണ് ആക്രമണം നടന്നത്. ആക്രമണ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ കണക്കിനെ അടിസ്ഥാനമാക്കിയാകും അമിത്ഷാ പ്രതികരിച്ചതെന്ന് വി.കെ. സിംഗ് പറയുമ്പോൾ കൃത്യമായ ന്യായീകരണം അവിടെ ഉണ്ട്. ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ 250 ജെയ്ഷെ ഭീകരർ കൊല്ലപ്പെട്ടെന്ന ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ പുതിയ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ്. കണക്കിന്റെ ആധികാരികത ചോദ്യം ചെയ്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആക്രമണം നടന്ന 18 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ബി.ജെ.പി. ഔദ്യോഗികമായി പറയുന്നത് അമിത്ഷായിലൂടെയായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാന്റെ വാദങ്ങൾ വീണ്ടും പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മിസൈൽ ഞങ്ങളുടേതല്ല, പാക് നുണ പൊളിച്ചുകൊണ്ട് തായ്വാൻ വ്യോമസേനയും വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ത്യ തിരിച്ചടിച്ചത് ശക്തമായി തന്നെയെന്ന്. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ F-16 പോർവിമാനങ്ങൾ ഉപയോഗിച്ചുവെന്നതിന് തെളിവായി ഇന്ത്യ ഹാജരാക്കിയ മിസൈൽ തായ്വാന്റേതാണെന്ന പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തള്ളിയാണ് തായ് വ്യോമസേനയും രംഗത്തെത്തിയത്. ഇന്ത്യ ഹാജരാക്കിയ മിസൈൽ ഭാഗങ്ങളിലെ തിരിച്ചറിയൽ നമ്പരും തങ്ങളുടെ പക്കലുള്ള മിസൈൽ നമ്പരും ചേരുന്നതല്ലെന്ന് തായ്വാൻ സേന അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഇന്ത്യക്ക് നൽകിയിട്ടില്ലെന്നും തായ്വാൻ വ്യക്തമാക്കുന്നു. ഇന്ത്യക്കെതിരെ F-16 ഉപയോഗിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഭീകരതയ്ക്കെതിരായി പോരാട്ടങ്ങൾ പാകിസ്ഥാന് നൽകിയ F-16 വിമാനങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് സംബന്ധിച്ച് അമേരിക്ക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് പാകിസ്ഥാനായി നൽകിയ വിമാനങ്ങൾ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ സാഹചര്യത്തിലാണ് മിസൈൽ തായ്വാന്റേതാണെന്ന തരത്തിൽ പാക് മാധ്യമങ്ങൾ പ്രചാരണം നടത്തുന്നത്. അതേസമയം തെളിവായി ഇന്ത്യ ഹാജരാക്കിയ മിസൈൽ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാർ പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് തെളിഞ്ഞാൽ തുടർന്നുള്ള ഇടപാടുകളിൽ അത് ഏറെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും, ഇടയാക്കും എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി വരികയാണ് ഇന്ത്യക്ക്. ഒന്ന്, കൂടുതൽ പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂല നിലപാടുമായി വരുന്നു. അമിത്ഷായ്ക്ക് പിന്നാലെ ഇപ്പോൾ കേന്ദ്രമന്ത്രി സിംഗും എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ തായ്വാൻ സേന വ്യക്തമാക്കിയിരിക്കുകയാണ്, ഇത് ഞങ്ങളുടേതല്ല മിസൈൽ വീണത്, പാകിസ്ഥാന്റേതാണെന്ന് അവർ പറയുമ്പോൾ പാകിസ്ഥാന്റെ കള്ളം വീണ്ടും പൊളിഞ്ഞു വീഴുകയാണ്.